ഖുസ്റു എന്ന് പറയുന്നത് ഒരു രാജാവാണ്. വൃദ്ധയായ മാതാവ്. ആ മാതാവിന് ആകെയുള്ള സ്വത്തെന്ന് പറയുന്നത് ഒരു ചെറിയ കുടിലും ആ കുടിലിനകത്ത് ഒരു ചെറിയ കോഴിയും. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ആ വൃദ്ധയായ മാതാവിന് ദൂരെ യാത്ര പോകേണ്ട ഘട്ടം വന്നപ്പോൾ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയ ആരുമില്ല. ആ കുടിലും ആ കോഴിയും ആ വൃദ്ധയായ മാതാവ് പടച്ചവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഒരു യാത്രയ്ക്ക് പോവാൻ, ഞാൻ തിരിച്ചെത്തുന്നതുവരെ എന്റെ കുടിലിന് യാതൊരു കോട്ടവും തട്ടരുത്, എന്റെ കോഴിക്ക് യാതൊരു ആപത്തും പറ്റരുത്, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാൻ. ദിവസങ്ങൾ കഴിഞ്ഞു. ഖുസ്റുവിന്റെ കൊട്ടാരത്തിന്റെ നിർമ്മാണം നടക്കുന്നു, വികസനം. ആ വികസനത്തിന്റെ പേരിൽ, ഖുസ്റുവിന്റെ കൊട്ടാരത്തിന്റെ വികസനത്തിന്റെ പേരിൽ ആ കുടില് പൊളിച്ചു കളഞ്ഞു. ആ കോഴിയെ അറുത്തു കൊന്നുകളഞ്ഞു. കുറെ ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധയായ മാതാവ് വീട്ടിലേക്ക് വരുമ്പോ കുടിലുള്ള ഭാഗത്ത് ഒന്നുമില്ല, കോഴിയുമില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ കണ്ടിട്ട് ആ വൃദ്ധയായ മാതാവ് സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? പടച്ചോനെ, ഞാനിവിടെ ഇല്ലായിരുന്നു, എന്റെ കുടില് നോക്കാനും എന്റെ കോഴിയെ സംരക്ഷിക്കാനും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കറിയേണ്ടത് നീ എവിടെ പോയിരുന്നു എന്നാണ്. നീ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്റെ കുടില് പൊളിച്ചത്, അതുകൊണ്ടാണ് എന്റെ കോഴിയെ കൊന്നത്. പക്ഷെ നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ആ ചോദ്യം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. ആ ചോദ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. എല്ലാം പടച്ചവനെ ഏൽപ്പിച്ചിട്ട് പോയ വൃദ്ധയായ മാതാവിന്റെ ആ കുടില് പൊളിച്ചു കളഞ്ഞ, ആ കോഴിയെ കടുപ്പ് ഞരിച്ചു കൊന്നുകളഞ്ഞ ഖുസ്റുവിന്റെ ആ കൊട്ടാരത്തിന്റെ വികസനം നടക്കുമ്പോ തന്റെ പൊന്നുമകന്റെ കടാരയ്ക്ക് കത്തിക്കിരയായിട്ട് ഖുസ്റു ചത്തുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അല്ലാഹ് ഒരുത്തനെയും വിടൂല, അല്ലാഹ് ഒരുത്തനെയും വിടൂല. നമുക്ക് പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ നമ്മളെ ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, നമ്മളെ ഏൽപ്പിക്കേണ്ട പടച്ചവനെയാണ്. ആ റബ്ബിനെ ഏൽപ്പിക്കാതെ ലോകത്തുള്ള മുഴുവൻ പടപ്പുകളോട് സങ്കടക്കഥകൾ വിവരിച്ചു നടന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു വിഷമം കൊടുക്കുമ്പോൾ, ഞാനൊരു പ്രയാസം കൊടുക്കുമ്പോൾ, ഞാനൊരു പനി കൊടുക്കുമ്പോൾ, ഞാനൊരു തലവേദന കൊടുക്കുമ്പോൾ, അവൻ എന്തെങ്കിലും ഒരു വിഷമം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവന് പടപ്പുകളോട് മുഴുവനും എൻ്റെ ഈ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നാഴികയ്ക്ക് 40 വട്ടം തിന്മകൾ ചെയ്തിട്ട്, എന്നോട് ധിക്കാരം പ്രവർത്തിച്ചിട്ട്, എന്നോട് തിന്മകൾ പ്രവർത്തിച്ചിട്ട്, ധാരാളം കുറ്റങ്ങളും കുറവുകളും അഴിമതികളും ഒരുപാട് മോഷണങ്ങളും ഒരുപാട് മോശമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ട് ഇന്ന് വരെ ഞാൻ അവനെപ്പറ്റി എന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തിനോട് പോലും അള്ളാഹു വിവരിച്ചിട്ടില്ല. പക്ഷെ നമ്മളോ, ഒരു ചെറിയ വയറുവേദന വന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ വിവരം അറിയുന്നു. ഒരു ചെറിയ തലവേദന വന്നാൽ ലോകത്തുള്ള എല്ലാവരോടും നമ്മൾ വിളിച്ചു പറയുന്നു, അല്ലാഹ് എനിക്കെന്തിനാ പരീക്ഷണം, അള്ളാഹു എനിക്കെന്തിനാ സങ്കടം. ഇത് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ വിവരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ചെയ്ത ഒരു കോപ്രായങ്ങളും മുഖറബീങ്ങളായ ജിബ്രീൽ അടക്കമുള്ള മലായിക്കത്തുകളോട് പോലും പറയാതെ അല്ലാഹു നമ്മളെ സംരക്ഷിക്കുന്നു. അതാണ് പടച്ചവൻ. ആ പടച്ചവൻ, നമ്മൾ അവനിലേക്കല്ലേ കരങ്ങൾ ഉയർത്തേണ്ടത്. ഞാൻ ഇത് പറയുമ്പോൾ അടിവരയിട്ടുകൊണ്ട് പറയാണ്, ഏതെങ്കിലും വലിയ മഹാന്മാരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ വലിയ മഹാന്മാരെന്ന് തോന്നുന്ന ഉസ്താദുമാരോടൊക്കെ നമ്മൾ വിളിച്ചു പറയാറുണ്ട്, ഉസ്താദെ ദുഃഖണം, ഉസ്താദെ സങ്കടത്തിലാണ്, ദുആരക്കണം. അതൊരിക്കലും ഇതിനെതിരല്ല, അത് നല്ലതാണ്. ആരെ കണ്ടാലും ദുആരക്കാൻ പറയണം. അത് ഒരിക്കലും അത് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല, ദീനിലുമില്ല. കാരണം ഷാഫിഈ ഇമാം റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, തന്റെ രോഗ സമയത്ത് ദുആരക്കാൻ പറഞ്ഞു വിടുന്നത് ആരോടെന്നറിയോ? ആരോടാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എന്ന ഒരു പെണ്ണിനോടാ ദുആരക്കാൻ വേണ്ടി ഷാഫി ഇമാം ആളെ അയക്കുന്നത്. ശിഷ്യനെ വിളിച്ചിട്ട് പറയും, ചെല്ല്, എന്നിട്ട് നഫീസത്തുൽ മിസ്രിയോട് പറ എനിക്ക് ദുആരക്കാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ
കഠിനമായ രോഗത്തിനിരയായി കിടക്കുമ്പോ തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ചെല്ലുമോനെ, ചെന്നിട്ട് നഫീസയോട് പറ എനിക്ക് ദുആരക്കാൻ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ സാധാരണഗതിയിൽ വന്ന് ദുആരക്കാൻ പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇമാമിന്റെ അടുക്കൽ എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ രോഗം മാറുമായിരുന്നു. പക്ഷേ ഷാഫി ഇമാം ഇപ്പോൾ പറഞ്ഞു വിട്ട കഠിനമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് ദുആരക്കണമെന്ന് പറമോനെ എന്ന് പറഞ്ഞിട്ട് ശിഷ്യനെ നഫീസ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വിടുമ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറഞ്ഞ മറുപടി, അള്ളാഹുവിനെ കാണാൻ സമയമായല്ലോ, ഷാഫി ഇമാമിന് പടച്ചവനെ കണ്ടുമുട്ടാൻ സമയമായല്ലോ, ആ വിവരം ഒന്ന് അറിയിക്കുമോനെ എന്ന് പറഞ്ഞു കൊടുത്തു. തിരികെ വന്നിട്ട് ഷാഫി ഇമാമിനോട് ആ ശിഷ്യം പറഞ്ഞു, ഉസ്താദേ, നഫീസത്തുൽ മിസ്രിയ പറഞ്ഞത് ഇങ്ങനെയാണ്. ഷാഫി ഇമാമിന് ബോധ്യമായി, ഇനി ഞാൻ ഈ രോഗത്തിൽ നിന്ന് കരകയറിയിട്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, എൻ്റെ മരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ബോധ്യം വന്നു. അതുകൊണ്ട് ഉസ്താദന്മാരോട് വിളിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇത് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോവോ? എന്ത് പറ്റി? അല്പം തിരിച്ചു വെച്ച ചൂളൽ നിൽക്കും പോലെ തോന്നും. അല്പം കാറ്റ് കുനിച്ചു വെച്ചേക്ക്, പിടിച്ച് താത്തു വെച്ചില്ല, ഈ മൈക്കിലടിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ദുആ ചെയ്യാൻ ആരോടെങ്കിലും പറയുന്നതിന് വിരോധമില്ല, അതൊരിക്കലും തെറ്റല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഉംറയ്ക്ക് പോവാൻ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫയായി, രണ്ടാം ഖലീഫയായി ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന ഖത്താബിന്റെയും ഹംദമയുടെയും മകനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ലാ തൻസാനാ മിൻ ദുആഇക യാ ഉമർ, ഉമറേ, നിങ്ങളുടെ ദുആയിൽ എന്നെ മറന്നു പോകരുത്, നിങ്ങളുടെ ദുആയിൽ എന്നെ വിട്ടുപോക. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറയുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടയത്തുള്ള മുഹമ്മദിന്റെ കാര്യമല്ല ഈ പറയുന്നത്, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടാ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ദുആരക്കാൻ പറയുന്നത് ഇതിനെതിരല്ല. ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ ഇരിക്കുന്ന പലരും എന്നോട് ദുആരക്കാൻ, ഞാൻ വലിയ തങ്ങളായതൊന്നുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചത് കൊണ്ടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഏത് മഹാന്മാരെ കണ്ടാലും ഏത് നല്ല ആളുകളെ കണ്ടാലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. കാരണം ആരുടെ ദുആയാ നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല, ആരുടെ ദുആയിലാ നമുക്ക് ഇടം കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മജ്‌ലിസുകളുടെ മഹത്വം. അല്ലെങ്കിൽ പിന്നെ ഇതാ ഇപ്പോൾ 2 ചാനലിൽ ഈ പ്രസംഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന HD ക്ലാരിറ്റിയാണ്, നല്ല ഉഷാറായിട്ട് വഴല് കേൾക്കാം. ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കിയിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി നോക്കാം, തിരിച്ചു വന്ന് വീണ്ടും കേൾക്കാം, അടുക്കളയിൽ തൂക്കിയിട്ടിട്ട് വഴല് കേൾക്കാം, നിങ്ങൾക്ക് പണിയും ചെയ്യാം, ഒക്കെ കിട്ടും. പക്ഷെ ഇവിടെ വന്നിരുന്നൊരു ആമീൻ പറയുന്നതിൻ്റെ ആ കൂലി നിങ്ങൾക്ക് കിട്ടൂല. അത് ആമീൻ പറയാൻ 40 പേര് കൂടുന്നിടത്ത് ഒരാൾ ഇജാബത്തുള്ള ആളുണ്ടാവും. എത്ര 40 പേരുണ്ട്? അപ്പൊ ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ദുആരക്കാൻ പറയുന്നതിന് എതിരല്ല. പക്ഷേ ഏത് സങ്കടങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ആരെയും അറിയിക്കാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ അള്ളാഹുവിനോട് പറയുമോ, അള്ളാഹുവേ, പടച്ചവനെ, എനിക്ക് നീ തന്ന പ്രയാസം വേറെ ആർക്കും അറിയില്ല അല്ലാ, എല്ലാവരും കരുതുന്നത് എനിക്ക് സന്തോഷമാണെന്നാ. ഞാൻ വലിയ സന്തുഷ്ടനാണ്, സന്തോഷഭരിതനാണ്, ഞാൻ വലിയ സന്തോഷത്തോടെ നടക്കുന്നുവെന്നാ. അള്ളാഹുവേ, എന്റെ ഹൃദയത്തിന്റെ വേദന, എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം, എന്റെ ഹൃദയത്തിന്റെ വേദന നീറ്റല് അത് നിനക്കല്ലാതെ അറിയില്ല അല്ലാ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, സഹായം നിന്നിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നതല്ലാ. ആ സഹായം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കഥയറിയുമല്ലോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. ഒരു പൊന്നുമോന്റെ വിയോഗത്തില് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പൊന്നുമോ, ചെറിയ പ്രായത്തിൽ ശൈശവത്തിന്റെ ദശ പിന്നിട്ട് ബാല്യത്തിലേക്ക് കടന്നു വന്ന യൂസുഫ്, ആ പൊന്നുമോനെ നഷ്ടപ്പെട്ടതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ ഹൃദയം തേങ്ങി 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 കണ്ണുകളിലൂടെ കണ്ണുനീർത്തുള്ളികളായി ഒഴുകിയല്ലോ. ആ ഒഴുക്ക് നയാഗ്ര പോലെ ഒഴുകി അവസാന കരഞ്ഞ് 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 കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയി. ഞാൻ ചോദിക്കട്ടെ, വർക്കലയിലെ ഓടയത്തെ ഏതൊരു വാപ്പ മരിച്ചപ്പോഴാണ്
അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഏത് മക്കളുടെ കണ്ണാ വെളുത്തുപോയത്? ഉമ്മ മരിച്ചതിന്റെ പേരിൽ കരഞ്ഞിട്ട് കണ്ണ് വെളുത്തുപോയ ഏത് മോളാവുള്ളത്? ഭർത്താവ് മരിച്ചു പോയതിന്റെ വേദന താങ്ങാൻ പറ്റാതെ ഏത് പെണ്ണിന്റെ കൃഷ്ണമണിയാ വെളുത്തുപോയത്? ഭാര്യ നഷ്ടപ്പെട്ടു പോയപ്പോ, മക്കള് മരിച്ചു പോയപ്പോ കരഞ്ഞ് കരഞ്ഞ് ഏത് വാപ്പാന്റെ കൃഷ്ണമണിയാ വെളുത്തുപോയതില്ല? ഒരിക്കലും അത് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം. എന്തിനാ കരഞ്ഞത്? യൂസുഫ് എന്ന പൊന്നുമോ നഷ്ടപ്പെട്ടപ്പോഴാ കരഞ്ഞത്. നമ്മളെ പറയാറുണ്ട്, ഒന്ന് പോയെങ്കിലും മറ്റൊന്നില്ലേ. എങ്ങനെയാണ് 12 മക്കള്, തടിമാടന്മാരായ 10 മക്കൾ ഒരു ഭാര്യയിൽ നിന്ന്, പിന്നെയുള്ള 2 പൊന്നുമക്കള് കുഞ്ഞുമക്കള് മറ്റൊരു ഭാര്യയിൽ നിന്ന്. അതിലൊരാളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നഷ്ടപ്പെട്ടപ്പോ താങ്ങാൻ പറ്റുന്നില്ല, ഒരു വാപ്പയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇരുന്നിരുന്ന് കരയാൻ തുടങ്ങുകയാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ തുള്ളി ഒഴുകി ഒഴുകി അവസാന കണ്ണ് വെളുത്തു പോവുകയാ. അല്ല പറയട്ടെ, വബിയല്ലത്ത് ഐനാ മിനൽ ഹുസ്നി ഫഹുവ കലീ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിയോഗത്തില് യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയെന്ന, അതിനുശേഷം ബിന്യാമീൻ എന്ന അടുത്ത മോനും നഷ്ടപ്പെടുകയാണ്. ചരിത്രം എനിക്ക് പറയാൻ സമയമില്ല, നിങ്ങൾക്കറിയുന്ന ചരിത്രമാണല്ലോ. ബിന്യാമീന് നഷ്ടപ്പെട്ടു പോയി. ആ ബിന്യാമീന് നഷ്ടപ്പെട്ടു പോയപ്പോൾ മഹാനായ യാഖൂബ് എന്ന വാപ്പ കരയാ തുടങ്ങി. ഇനി എവിടെ വെളുക്കാനാ? അവസാനം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, സങ്കടം സഹിക്കാൻ കഴിയാതെ ഇരുന്ന് കരഞ്ഞ് 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 അവസാനം ആ മുതുക് വില്ലുപോലെ വളയാൻ തുടങ്ങിയെന്നല്ലേ, മുതുക് വില്ലുപോലെ വളയാൻ തുടങ്ങിയെന്നല്ലേ. ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, യാക്കോബിനോട് ചോദിച്ചു, യാക്കോബ് നബിയേ, എന്താ അങ്ങയുടെ കാഴ്ച പോയത്? എന്താ അങ്ങയുടെ മുതുക് വളഞ്ഞു പോയത്? ആ സമയത്ത് യാക്കോബ് നബി അലൈഹിസ്സലാം വാചാലനാവുകയാ. യാക്കോബ് നബി പറഞ്ഞു, സഹോദരാ, എന്റെ പൊന്നുമോന് യൂസുഫ് നഷ്ടപ്പെട്ടപ്പോഴാ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയത്. എന്റെ ബിന്യാമീൻ നഷ്ടപ്പെട്ടു പോയപ്പോഴാ മുതുക് വില്ല് പോലെ വളഞ്ഞു പോയത്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, സപ്പവാനങ്ങളുടെ മുകളിൽ നിന്ന്, വിണ്ണിൽ നിന്നതാ നസലൽ അമീൻ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. യാഖൂബ് നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലയോ യാഖൂബ് നബിയേ, ഇന്നല്ലാഹ യുഖ്രിഉക സലാം. അല്ലാഹ് സലാം പറഞ്ഞിരിക്കുകയായ യാഖൂബ് നബിയെ. സലാം അടക്കിയിട്ട് ചോദിച്ചു, എന്താ വിശേഷം? എന്ത് പറ്റി? എന്താ ഇപ്പോ വരവിന്റെ കാരണം എന്താ? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞതെന്തെന്നറിയോ? നാട് നീളെ പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ടിറക്കി വെക്ക് നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോ എല്ലാ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് എന്നെ അല്ലാഹ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ കുറ്റങ്ങളുടെയും മാറാപ്പ് റബ്ബിന്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കുന്നവരെ അടിവരയിട്ട് കേൾക്കേണ്ട കാര്യമാ. യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ജിബ്രീൽ പറഞ്ഞതെന്തെന്നറിയോ? ഇപ്പോഴുള്ള വരവ് വഹയിന്റെ സന്ദേശമല്ല, ഇപ്പൊ വന്നത് അങ്ങയുടെ സുഖവിവരം അറിയാനല്ല, ഇപ്പൊ വന്നത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം അങ്ങയോട് പറയാനല്ല. പിന്നെന്തിനാ ജിബ്രീൽ അങ്ങ് വന്നത്? അള്ളാന്റെ സലാം പറഞ്ഞു വിട്ടത് എന്ത് പറയാൻ വേണ്ടി കേട്ടാ? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞതെന്തെന്നറിയോ? അലൈഹിസ്സലാം, അമാ തസ്തഹീ, ഓ യാക്കോബ് നബിയെ, അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന്. അമാ തസ്തഹീ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കുകയാ. യാക്കോബ് നബിയെ, എന്താ ഞാനിപ്പോ അല്ലാഹുവിനോട് അങ്ങനെ ചെയ്തത്? എന്താണ്, ഏത് തെറ്റാ ഞാൻ റബ്ബിനോട് ചെയ്തത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഒരു കാര്യമാ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയത്, നിങ്ങളുടെ മുതുകിന്റെ വളവ് വില്ല് പോലെ വളഞ്ഞു പോയത്. അതിന്റെ കാരണം നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ വിളമ്പിയത്? ഇത് അല്ലാഹ് തന്ന പരീക്ഷണമല്ല,
ഇത് അല്ലാഹു തന്ന പ്രയാസമല്ല, നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത്? ആ സമയത്ത് തെറ്റ് മനസ്സിലാക്കിയിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉറക്കെ വിളിച്ചു പറഞ്ഞത് സൂറത്തുൽ യൂസുഫിൽ കാണാൻ ചെറുപ്പക്കാരാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്ന അധ്യായത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ് നബിയുടെ മറുപടി നമുക്കതിൽ കാണാം. എന്താ യാക്കൂബ് നബി പറഞ്ഞതെന്നറിയോ? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളല്ല ഞാൻ ഇനി ആരോടും പങ്കുവെക്കൂല. അതെല്ലാം എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വിവരിക്കുകയാ. ശികായത്ത് മുഴുവനും എന്റെ റബ്ബിനോടാ. എന്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത് എന്റെ പടച്ചവനോടാ. എന്റെ പരിഭവം എന്റെ നാഥനോടാ. എന്റെ എല്ലാ പരാതിയും എന്റെ റബ്ബിനോടാ. എന്റെ സങ്കടക്കടലുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് വിളിച്ചു പറയുകയാ. ആ സമയത്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അല്ലാഹു യൂസുഫിനെ തിരിച്ചു കൊടുത്തില്ലേ? അല്ലാഹു ബിന്യാമീനെ തിരിച്ചു കൊടുത്തില്ലേ? കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചു കൊടുത്തില്ലേ? യൂസുഫ് നബിയുടെ കുപ്പായം കൊണ്ടുവന്ന് തലയിലേക്ക് ഇടുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയില്ലേ? ലോകത്തെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നവരെ, ലോകാത്ഭുതങ്ങൾ എഴുതുന്നവരെ, അതിൽ എഴുതി ചേർക്കേണ്ട ചരിത്രം യാക്കൂബ് നബിയുടെ ചരിത്രമാ. ഒരു പ്രയാസം വന്നപ്പോൾ സ്വന്തം സഹോദരനോട് അതിന്റെ വേദനകളെ പങ്കുവെച്ചപ്പോൾ, ഷെയർ ചെയ്തപ്പോ അള്ളാഹു ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാ. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ നല്ല മരണം കിട്ടാൻ ഒന്നാമതായി പരിചയപ്പെടുത്തിയത് ആഖിബത്ത് നന്നായി ഏറ്റവും ഉദാത്തമായ നിലയിൽ മരിക്കാനുള്ള കാരണം പറഞ്ഞത് ഇസ്തഈനൂ ബില്ലാഹ് വസ്ബിറൂ. എന്ത് സഹായം വേണമെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. സഹായം റബ്ബിനോട് ചോദിക്കണം. പ്രശ്നങ്ങൾ അള്ളാന്റെ മുമ്പിൽ പറയണം. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിന്നാൽ നമുക്ക് വലിയ ഉന്നതമായ വിജയം ഉണ്ടാവും. പണ്ടൊരു ക്ഷേത്രത്തിൻ്റെ സോപാനവും വിഗ്രഹവും ദേവീ വിഗ്രഹവും തമ്മിൽ നടന്നൊരു സംവാദം ഉണ്ടായി, ഒരു ചർച്ച. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നും ഉള്ളതല്ല, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ. ക്ഷേത്രത്തിൻ്റെ ചവിട്ടുപടി കല്ലാണല്ലോ, അവിടെ ഇരിക്കുന്ന വിഗ്രഹവും കല്ലാണല്ലോ. ആ വിഗ്രഹത്തോട് ഈ സോപാനം, ഈ നടന്ന് ചവിട്ടിക്കയറുന്ന കല്ല് ചോദിക്കുകയാണ്, ഞാനും നീയും 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്ല് പാറ തന്നല്ലേ? ഞാനും പാറ, നീയും പാറ. പക്ഷെ ഇന്ന് ആളുകൾ എന്നെ ചവിട്ടി മെതിക്കുകയാണ്. എന്നിൽ യാതൊരു സൂക്ഷ്മതയും ഇല്ലാതെ ചവിട്ടുന്നു. മലമൂത്ര വിസർജനങ്ങളിൽ ചവിട്ടി എൻ്റെ തലയിലാ തേക്കുന്നത്. എന്നിൽ ചവിട്ടി മതിക്കുകയാണ്. പക്ഷെ നിന്റെ മുന്നിലെത്തുമ്പോൾ നിനക്ക് പാലഭിഷേകം നടത്തി, നിന്റെ മുന്നിൽ വെണ്ണ കൊണ്ടുവച്ച്, നിന്റെ മുന്നിൽ പഴം കൊണ്ടുവച്ച്, നിന്റെ മുന്നിൽ ചന്ദനത്തിരി കത്തിച്ച്, നിന്റെ മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്നു. ഇതിന് മാത്രം നിനക്കെന്ത് പ്രത്യേകതയാ ഉള്ളത്? നീയും പാറ, ഞാനും പാറ. ആ സമയത്ത് ഈ ദേവി വിഗ്രഹം, ഇതൊരു വർഗീയ പ്രസംഗമാണെന്ന് ആരും കരുതണ്ട. അങ്ങനെ വെക്കുന്നവരങ്ങ് വെച്ചോളി, മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞാനുള്ള കാര്യം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാറ, ആ വിഗ്രഹം ഈ സോപാനത്തിനോട് പറഞ്ഞെന്താണെന്നറിയോ? പറഞ്ഞത്, ആദ്യ ശില്പി നിന്നെയാണ് തിരഞ്ഞെടുത്തത്, ആദ്യം. പക്ഷെ ഒറ്റ വെട്ടിയപ്പോഴേക്കും നീ ക്ഷമയില്ലാതെ നീ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പിളർന്ന് രണ്ടായി കൊടുത്തു. അപ്പൊ നിന്നെ എടുത്ത് മുറ്റത്ത് വിരിച്ചു ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്. നീ എന്നിലേക്ക് നോക്ക്. ഉളിയും ചുറ്റികയും കൊണ്ട് എന്നെ അടിച്ച് മൂക്കുണ്ടാക്കിയപ്പോഴും, ചുണ്ടുണ്ടാക്കിയപ്പോഴും, കാലുണ്ടാക്കിയപ്പോഴും, കൈയുണ്ടാക്കിയപ്പോഴും ഞാൻ നെഞ്ച് വിരിച്ചങ്ങ് നിന്നു കൊടുത്തു ക്ഷമയോടെ. അപ്പം ഞാൻ ഈ നിലയിൽ ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇത് ഒരു നിസ്സാരമായി നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കഥയല്ല. ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ വസ്ബിറു, പിടിച്ചു നിൽക്ക്. ഈ ക്ഷമ എന്ന് പറയുമ്പോൾ ഈ സോറി എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു അറബി വേർഡായി സൊബറിനെ നമ്മൾ കാണരുത്. ക്ഷമിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൊബർ, അല്ലെങ്കിൽ സോറി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന
ആ ഒരു മലയാള ഇംഗ്ലീഷ് പദത്തിന്റെ അറബി പദപ്രയോഗമായി സ്വബറിനെ കാണരുത്. സ്വബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ്. പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണം. എന്നിട്ട് സഹായം റബ്ബിനോട് ചോദിക്കണം. എങ്കിൽ നല്ല മരണം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. രണ്ടാമത്തെ കാര്യം കൂടെ പറയുമ്പോഴും അതും സ്വബർ തന്നെയാണ്. അപ്പോഴും കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് മൂന്നാമത്തേലേക്ക് പോകാം. ഒന്നാമത്തേത് സൂറത്തുൽ അറാഫിലാണ്. നല്ല മരണം കിട്ടാൻ വൽആഖിബത്തുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് പറഞ്ഞതിന് തൊട്ടുമു പറഞ്ഞത് ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, റബ്ബിനോട് സഹായം തേടണം, പിടിച്ചു നിൽക്കണം. രണ്ടാമത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹൂദിലൂടെ അല്ലാഹ് പറയുകയാ, തിൽക മിൻ അംബാഇൽ ഗൈബ് നൂഹിഹാ ഇലൈക മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അല്ലാഹ് പറയുകയാ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക്. അതിനു തൊട്ടു മുമ്പ് അല്ലാഹു പറയുന്നു, ഇസ്ബിർ, നീ ക്ഷമിക്കുക മോനെ, നീ പിടിച്ചു നിൽക്കുമോനെ. പ്രയാസങ്ങൾ വരുമ്പോ നീ പിടിച്ചു നിൽക്കുക മോനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അത് വലിയ ഇഷ്ടമാണ് ആ മനുഷ്യന് സ്വബർ കാണാൻ. അതുകൊണ്ടല്ലേ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, ആരായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹാ? വാപ്പയില്ലാതെ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ പെണ്ണല്ലേ. അള്ളാന്റെ സ്വർഗത്തിന്റെ 4 പേര് നേതൃത്വ പദവി അലങ്കരിക്കുമ്പോ ആരാ പെങ്ങളെ ഞാൻ ചോദിക്കുകയാ, നിങ്ങളുടെ നേതാക്കന്മാരാരാ? സ്വർഗത്തിലെ നേതാക്കന്മാരാ? എത്ര പെണ്ണുങ്ങൾക്കറിയാം, എത്ര സ്ത്രീകൾക്കറിയാം സ്വർഗത്തിലെ നേതാക്കന്മാരാരാന്ന്? എന്നാ പിന്നെ പറയട്ടെ, ഞാൻ മോശക്കാരാക്കുന്നതല്ല, നമ്മുടെ കുറവുകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വർഗത്തിലെ നേതാക്കന്മാരെത്ര? യുവാക്കളുടെ നേതാക്കന്മാരാരാണ് സ്വർഗത്തിൽ? കറുത്ത വർഗക്കാർ അഥവാ എത്യോപ്യക്കാർ, നീഗ്രോകൾ, അവർക്ക് നേതാക്കന്മാരുണ്ട് 3 പേര്. കറുത്ത വർഗക്കാരുടെ 3 നേതാക്കന്മാരാണെന്ന് നജ്ജാശി രാജാവ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഈ പറയപ്പെടുന്ന സ്ത്രീകൾക്ക് 4 നേതാക്കന്മാരുണ്ട്, 5ാമതൊരു നേതാവില്ല. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാർ 4 പേരാ. ഒന്ന് സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, 2 സയ്യിദത്തുനാ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹാ, 3 സയ്യിദത്തുനാ ആസിയ റളിയല്ലാഹു അൻഹാ, 4ാമത്തേത് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. പഠിച്ചു വെച്ചോളി. അല്ലാതെ ഏതെങ്കിലും ഉസ്താദ് കിസ് പ്രോഗ്രാം നടത്തുമ്പോൾ മാത്രം ഉത്തരം തേടി നടന്നാൽ പോരാ. ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് കൊണ്ടുപോകും, ഒരു ക്ലോക്ക് കിട്ടും, ഒരു കുട തരും, ഒരു കുപ്പി സംസം വെള്ളം തരും. അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി നടക്കാൻ. നമുക്ക് ആവശ്യത്തിന് പഠിക്കാൻ നമുക്ക് വയ്യ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറുമ്പോൾ ഒരു ഹിന്ദു സഹോദരി, ക്രൈസ്തവ സഹോദരി നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വർഗത്തിൽ നേതാക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനൊന്നുമില്ല, എല്ലാവരും നേതാക്കന്മാരാ. ഇവിടുത്തെ കുടുംബശ്രീ സെക്രട്ടറി ആയിക്കോട്ടെ നേതാവെന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പൊ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഈ മഫ്ത ഇടുന്ന എന്തിനാ? ഇല്ലെങ്കിൽ പിന്നെ മുസ്ലിമത്താന്ന് പറയുന്ന എന്തിനാ? കേവലം ബേസ് ആയിട്ടുള്ള ഈ അറിവ്, അടിസ്ഥാനപരമായ അറിവ് നമുക്കറിയണ്ടേ? യുവാക്കൾക്ക് 2 നേതാക്കന്മാരുണ്ട്, സയ്യിദ ശബാബി അഖിലുൽ ജന്ന ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, അവർ സഹോദരങ്ങളെ ചിന്തിക്കണം. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഗർഭം നൽകിയ ആ ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുക്കുമ്പോ അവര് പെട്ടെന്ന് ഗർഭിണിയാവുകയാ. എങ്ങനെയാണ് ഒരു ഭർത്താവില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയാകുന്നത്? ആളുകളുടെ ചർച്ചയായി. ആളുകൾ പറഞ്ഞു, നിന്റെ വാപ്പ ഇങ്ങനത്തെ ആളല്ലല്ലോ, നിന്റെ ഉമ്മ ഇങ്ങനത്തെ ആളല്ലല്ലോ പെണ്ണേ. മറിയമേ, നീ എന്താടി ഈ കാണിച്ചത്? നീ എന്തിനാണ് ഈ മോശപ്പെട്ട പ്രവർത്തനം ചെയ്തത്? ആരാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഉത്തരവാദി പറ. ഒരു പെണ്ണിന്റെ ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. ചെറിയ പ്രായത്തിൽ സക്കരിയ നബി എന്ന് പറയുന്ന ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവായ സക്കരിയ നബി അലൈഹിസ്സലാമിനോടൊപ്പം പള്ളിയിൽ താമസിച്ച പെണ്ണാണ്. അവസാനം
പ്രായമായപ്പോ ഒറ്റപ്പെട്ട് കഴിയണമെന്ന് മോഹം വന്ന് പള്ളിയുടെ തൊട്ടടുത്തുള്ള മലയുടെ മുകളിലേക്ക് കയറിപ്പോയ പെണ്ണാണ്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. എന്താ ഇവിടെ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ കിടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്നറിയില്ല. മറിയം ബീവി ചോദിച്ചിട്ട് എന്താ ഇവിടെ വന്നത്? ആ സമയത്താണ് പറഞ്ഞ, നിനക്കൊരു കുഞ്ഞിനെ തരാനാലി അഹബലക ഗുലാമന സക്കിയ, ഒരു മോനെ നിനക്ക് തരാൻ വേണ്ടിയാ. അന്നാലകി ഹാദാ, ഇതെനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക? വലം യംസസ്നി ബശർ, ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല. വലമകു ബഗിയാ, ഞാൻ വേശ്യാ പെണ്ണുമല്ല. പിന്നെങ്ങനാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? ഒന്നുകിൽ എനിക്ക് നിക്കാഹ് കഴിയണം, അല്ലെങ്കിൽ എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തണം. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുമില്ല. പിന്നെങ്ങനാണ് എനിക്ക് കുഞ്ഞുണ്ടാവുക? ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുപ്പായത്തിലൂടെ റൂഹ് ഊതി കൊടുക്കുക. അങ്ങനാണ് ഗർഭിണിയാവുക. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ. ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു പറഞ്ഞതെന്താ? നീ ഗർഭിണിയാണ് മോളെ, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടവളാ മോളെ. ഗർഭിണിയായ പെണ്ണ് ത്യാഗങ്ങൾ ഒരുപാട് സഹിക്കേണ്ടവരാ. ഈ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വിശക്കുമല്ലോ. ഒരു പേറ്റുനോവർ ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടാവും കഴിക്കാൻ. അവൾക്ക് പച്ചമാങ്ങ കഴിക്കാൻ തോന്നും, അവൾക്ക് പുളിയുള്ളത് കഴിക്കാൻ തോന്നും, എരിവുള്ളത് കഴിക്കാൻ തോന്നും, മധുരമുള്ളത് കഴിക്കാൻ തോന്നും. എന്തെല്ലാം മോഹങ്ങളാണ്, ചാപ്പല്യങ്ങളാണ്, ജഡികേച്ഛകളാണ്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഓ മറിയമേ, ആഗ്രഹിക്കുന്ന കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണോ അത് താഴ്വരയിലുണ്ട്. അവിടെ ചെന്നിട്ട് ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പഴം പെറുക്കി കഴിച്ചോ. സഹോദരിമാരെ, ത്യാഗമാണ് അവിടെ. അവിടെ ഒരു പരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന നിമിഷമേതാണ്? അവൾ ഗർഭിണിയാകുന്ന സമയത്താണ്. ഒരു ഭർത്താവ് കൂടെ വേണമെന്ന് ചിന്തിക്കുന്നതും ആ സമയത്ത് തന്നെയാ. അവളെ സാന്ത്വനപ്പെടുത്താൻ, അവളെ ഒന്ന് താലോലിക്കാൻ, അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ സമയത്തല്ലേ ഒരു പെണ്ണിന് റെസ്റ്റ് വേണ്ടത്? ആ സമയത്തല്ലേ വിശ്രമം വേണ്ടത്? ഒക്കെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, കഴിക്കണമെങ്കിൽ പോയി മരം പിടിച്ചു കുലുക്കിയിട്ട് അതിന്റെ ശിഖരത്തിൽ നിന്ന് നീ പറക്കി തിന്നോ മറിയമേ. എന്തേ അല്ലാഹുവിന് നേരിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയൂലേ? കഴിയും. അല്ല കൊടുത്തില്ലേ? കൊടുത്തു. എവിടെയാ? പള്ളിക്കകത്ത് അല്ലാഹു കൊടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാം കയറി വരുമ്പോ കൊല്ലങ്ങൾക്ക് മുമ്പ് മറിയമിന്റെ മുമ്പിൽ ആ കാലഘട്ടത്തിൽ കിട്ടാത്ത, ആ നാട്ടിൽ കിട്ടാത്ത സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ ഇരിക്കുകയാ. ചോദിച്ചു, നിനക്കിത് എവിടെ നിന്നാ? നിനക്കെവിടെന്നാ പെണ്ണേ ഇത്? അന്നാലകി ഹാദാ, ഇതെവിടെന്നാ നിനക്കിത് കിട്ടിയത്? ആ സമയത്താണ് മറിയം ബീവി പറഞ്ഞത്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെനിക്ക് അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് തന്നതാ. അല്ലാഹു ഈ പള്ളിക്കകത്ത് എനിക്ക് ഇറക്കി തന്നതാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്നതിന് മുമ്പ് അല്ലാഹു പള്ളിക്കകത്ത് പഴവർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിൽ അല്ലാഹുക്ക് കഴിവുണ്ടല്ലോ ഇത് കാട്ടിലും എത്തിച്ചു കൊടുക്കാം. പക്ഷെ അല്ലാഹു പറഞ്ഞു, ഞാൻ നിനക്ക് തരൂല. നേരത്തെ തന്നതുപോലെ നിനക്ക് ഞാൻ തരൂല. നീ കഴിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ ചെന്നിട്ട് ഈത്തപ്പന പിടിച്ചു കുലുക്കിയിട്ട് നീ അതിൽ നിന്ന് പഴം പറക്കി തിന്നോളൂ. വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോ താഴ്വാരത്ത് കളകളാരവം മുഴക്കിയിട്ട് അരുവി ഒഴുകുന്നുണ്ട് മോളെ. അവിടെ ചെന്ന് കൈക്കൂമ്പിളിൽ വെള്ളമെടുത്തിട്ട് നീ കുടിച്ചോ. കരി ഐര, നിന്നെ കണ്ണിന് കുളിർമയുണ്ടാകും മോളെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു എന്തുകൊണ്ടാ മറിയം ബീവിയോട് ഇങ്ങനെ കാണിച്ചതെന്നറിയോ? അല്ലാഹുവിനിട്ട കഴിവുമുള്ളവനാണ്. അവന് ഖാദിർ മുരീദാണ്. അവന്റെ ഖുദ്റത്ത് ഇറാദത്തുമായി ലിങ്കാകുമ്പോ അവന് സാഹിബു കുന്നാണ്. കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാ. ഇദാ അറാദ ശൈഅൻ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്ന് മോദിയതല്ലേ സൂറത്ത് യാസീൻ. അതിന്റെ അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് എന്താ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ.
അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ്, അവന്റെ കാര്യങ്ങൾ എങ്ങനെയാ? ഏതെങ്കിലും ഒരു വസ്തുവിനോട് അള്ളാഹു ആകൂ എന്ന് പറഞ്ഞാൽ ഫയകൂന, അതവിടെ ആവുകയാ. അതാണ് കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹ്. ആ പടച്ചതമ്പുരാന് കഴിവുണ്ട്. പക്ഷേ അള്ളാഹു എന്തിനാ 9 മാസം അവളെ ഗർഭിണം ചുമക്കാൻ കൊടുത്തത്? ഒരൊറ്റ നിമിഷം കൊണ്ട് ഗർഭിണിയായി അടുത്ത നിമിഷത്തിൽ ഈസാ നബിയെ പ്രസവിച്ചിരുന്നെങ്കിൽ ഇത് ചർച്ചയാകുമായിരുന്നു. അവസാന സഹികെട്ടിട്ട് ആളുകളുടെ ചോദ്യം വന്നപ്പോ എന്താ ഞാൻ മറുപടി പറയാ? പടച്ചോനെ, ഇതാരുടെ കുഞ്ഞെന്നാ ഞാൻ പറയാ? ഇതാരാ ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? അല്ല തന്നെന്ന് നേരത്തെ ഭക്ഷണം തന്നപ്പോ പറഞ്ഞതുപോലെ പറയാനല്ല പറഞ്ഞില്ല. കാരണം ആളുകൾ ഒരു പക്ഷേ വിശ്വസിക്കും, അപ്പോൾ പരീക്ഷണങ്ങൾ വരാതിരിക്കും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരണം. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാൽ നീ പറയണം, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഇന്ന് എനിക്ക് നോമ്പാണ്, ആരോടും മിണ്ടൂല, എനിക്ക് മൗനവ്രതമാണ്. വീണ്ടും ഒരുപാട് നിഗൂഢതകളായി, വീണ്ടും ആളുകൾക്ക് സംശയമായി. അല്ലെങ്കിൽ സക്കരിയാ നബിയോട് പറഞ്ഞ പോലെ ഹുവ മിൻ ഇൻദില്ലാ, എന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞ് അല്ല തന്നതാണെന്ന് പറയാനല്ല പറഞ്ഞില്ലല്ലോ. അല്ല പറഞ്ഞത് എന്താണ്? ആരെന്ത് ചോദിച്ചാൽ ഖമ്മാ, മിണ്ടരുത്, ഒന്നും മിണ്ടരുത്, ആരും എന്തും പറഞ്ഞോട്ടെ. അവസാനം പൊറുതിമുട്ടുകയാ. ആളുകൾ പറഞ്ഞു ആക്ഷേപിച്ചു, വാപ്പ ഇങ്ങനെ അല്ലല്ലോ മോളെ മറിയമേ, നിന്റെ കൊച്ചാപ്പ സക്കരിയ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മ പിഴച്ചവളായിരുന്നില്ലല്ലോ. ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട്, ശരപ്രയോഗങ്ങൾ കേട്ടിട്ട്, ആളുകളുടെ പദപ്രയോഗങ്ങൾ കേട്ടിട്ട് അവസാനം മറിയം ബീവി പറഞ്ഞു പോയി, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. അല്ലാഹുവേ, ഞാനങ്ങ് മരിച്ചെങ്കിലല്ലോ, ഞാനങ്ങ് മരിച്ചു പോയെങ്കിലല്ലോ, നിൽക്കുന്ന നിൽപ്പിൽ ഞാനങ്ങ് ഭൂമി കീറിയിട്ട് താഴേക്ക് പോയെങ്കിലല്ലാ, വകുന്തു നസിയം മൻസിയാ. ഇങ്ങനെ ഒരു മറിയമെന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നില്ല എന്ന ജനങ്ങൾ വിസ്മൃതിയിലാകുന്ന അവസ്ഥയിൽ എന്നെ അങ്ങ് മരിപ്പിക്കണേ അല്ല എന്ന് വരെ മറിയം ബീവി ദുആ ചെയ്തു. എന്തേ അള്ളാഹ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലാത്ത സ്ഥലത്ത്, ഇല്ലാത്ത നാട്ടില് പഴം കൊടുത്ത അള്ളാഹ്ക്ക് അവിടെ പഴം കൊടുത്തുകൂടായിരുന്നോ? ഇല്ല. അള്ള പറഞ്ഞു, നീ കുലുക്കിയിട്ട് പഴം അതിൽ നിന്ന് വീഴുമ്പോൾ, അടർന്ന് വീഴുമ്പോൾ നീ അത് കഴിക്കുക. വെള്ളം കുടിക്കണമെങ്കിൽ നീ താഴ്വരയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കുക. നിന്നോട് ആരെങ്കിലും ഈ ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ, നേരത്തെ പഴവർഗ്ഗങ്ങൾ തന്നത് സക്കരിയ നബിയോട് അല്ല തന്നതെന്ന് പറഞ്ഞതുപോലെ ഒന്നും നീ പറയാൻ നിൽക്കണ്ട, ആരോടും ഒന്നും മിണ്ടണ്ട. നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ മൗനവ്രതമാണ് ഞാൻ. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസി, ആരോടും മിണ്ടൂല എന്നങ്ങ് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ നിഗൂഢതകളിൽ നിന്ന് നിഗൂഢതകളിലേക്ക് മറിയം ബീവിയെ ഇങ്ങനെ അള്ളാഹു കൊണ്ടെത്തിച്ചത് എന്തിനാ? ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ക്ഷമ പരീക്ഷിക്കാനാ. അവസാനം എന്തായി? പരീക്ഷണങ്ങളിൽ വിജയിച്ചപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ലോകത്തുള്ള മുഴുവൻ പ്രസവിക്കുന്ന പെണ്ണുങ്ങളുടെയും സ്വർഗത്തിന്റെ നേതൃത്വം അലങ്കരിക്കുന്ന, പദവി അലങ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടില്ലേ? അള്ളാഹു കൊടുത്ത സമ്മാനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഒരു പെണ്ണ് ഏറ്റവും വലിയ സന്തോഷിക്കുന്ന സമയം ഏതാ? ഒരു പെണ്ണ്. ബുഖാരി ഉസ്താദ് കണ്ടല്ലേ? ബുഖാരി ഉസ്താദ് ഞാനും ജാമിയ മന്നാനിയിൽ ഒരുമിച്ച് പഠിച്ചു ഒരു വർഷം. ഞാനും ബുഖാരി ഉസ്താദ് നമ്മൾ ചങ്കുകളായിരുന്നു. ഒറ്റ റൂമിലാണ് ഞങ്ങൾ കിടന്നതും ഒരു വർഷക്കാലം. അള്ളാഹു നല്ല ആ ഇൽമിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാസർ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. ഓടയമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ നാസറുദ്ദീൻ ഉസ്താദിനെയാണ് അല്ലേ? നിങ്ങൾ ഇരിക്കുമ്പോഴല്ലേ വന്നത്? നാസറുദ്ദീൻ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ഒത്തിരി പേര് ഞങ്ങൾ ജാമിയ മന്നാനിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? അതെങ്കിലും ഒന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ കരുതുന്നത് നിങ്ങളെല്ലാവരും മറിയം ബീവിയെ പോലെ ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, മൗനവ്രതമാണെന്ന് ഞാൻ കരുതി പോകും. ഒരു പെണ്ണ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്? എപ്പോഴാ? കുറച്ച് മക്കളെങ്കിലും പെണ്ണുണ്ട്, അവന്മാരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ. എപ്പോഴാ? അൽഹംദുലില്ലാ.
നല്ല മറുപടി. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉമ്മയായി എന്നറിയുമ്പോഴാണ്. ഉമ്മ ആണ് എന്നറിയുമ്പോൾ ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് അനുമോദനങ്ങളും ആശീർവാദങ്ങളും മെമൻറ്റോകളും പുരസ്കാരങ്ങളും സമ്മാനങ്ങളും സംഭാവനകളും ഒരുപാട് നേടിയ ഒരു പെണ്ണിനോട്, ചിന്തകയായ എഴുത്തുകാരിയായ ഒരു പെണ്ണിനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം ഏതാ? അവൾ പറഞ്ഞു, ഞാൻ ഉമ്മയായ സമയത്ത് എനിക്ക് കിട്ടിയ പുരസ്കാരമാണ്. മാതൃത്വം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത കാര്യമാണ്. ആളാണല്ലേ പ്രസവിക്കുമോ? ജോർജ് ബുഷനുണ്ടോ? ലോകത്ത് വേറെ ഏതെങ്കിലും മിടുക്കന്മാര് ഫിരൗനുണ്ടോ? ഹിറ്റ്ലർക്കുണ്ടോ? മുസോളിനിക്കുണ്ടോ? ലോകത്ത് വേറെ ആർക്കെങ്കിലും ആ ഭാഗ്യമുണ്ടോ? എന്തിനേറെ നിന്റെ ജീവന്റെ ജീവനായി നീ സ്നേഹിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആ ഭാഗ്യമുണ്ടോ? ഇല്ല. ആ ഭാഗ്യം പെണ്ണിന് മാത്രമല്ല കൊടുത്തതാണ്. മാതൃത്വം, അതുപോലെ നേതൃത്വം ആണുങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്ക് പള്ളിയുടെ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും കമ്മിറ്റി മെമ്പർ ആവാനും ഇമാമാവാനും മോദീനാവാനും തെങ്ങിക്കയറാനും വണ്ടി ഓടിക്കാനും ഒന്നും നടക്കണ്ട. എനിക്കറിയാം, ഇപ്പൊ പൊങ്കാല വരും, കുറെ എണ്ണം ഇപ്പൊ ഇരിപ്പുണ്ട്, ചാനൽ നോക്കി ഇരിപ്പുണ്ട്. ഞാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉടനെ കമന്റുകൾ എഴുതി വിടുന്ന കുറെ കമന്റ് ആശാന്മാര്, അവനൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവഗണനയോടെ, അർഹിക്കുന്ന അവഗണനയോടെ തള്ളുകയാ. ചിലവന്മാരൊക്കെ എഴുതുന്ന കണ്ടാൽ പിന്നെ നമുക്ക് മറുപടി പറയാതിരിക്കാനും പറ്റൂല. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്നും പറയപ്പെടാൻ പറ്റിയ ഒന്നും അല്ലാത്തത് കൊണ്ട് മറുപടി പറയാത്തതാണ്. അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിക്കുകയാണ്, തള്ളിക്കളയാൻ. പക്ഷെ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് മാതൃത്വമാണ് അള്ളാഹു തന്ന ഏറ്റവും വലിയ പദവി. പെണ്ണിന് മാതൃത്വം, ആണിന് നേതൃത്വം. അതുകൊണ്ട് നിങ്ങൾ നേതൃത്വം ആവശ്യപ്പെടരുത്. ഇവര് ഏതെങ്കിലും ഭർത്താവ് പറയോ, 2 നീ പറ്റല്ലോ, ഇനി ഇൻഷാ അല്ലാഹ് 2 ഞാനും പറ്റോളാം. ഏത് ഭർത്താവ് പറഞ്ഞത്? ഒരു കെട്ടിയവനും പറയില്ല, ഒരു കെട്ടിയവനും പറയില്ല, വിവരം അറിയും. അതേപോലെ നിങ്ങളും ചോദിക്കരുത്. ഞാൻ പറയും, നിങ്ങൾ കേൾക്കണമെന്ന് കെട്ടിയനോട് പറയരുത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാ പെണ്ണന്മാരെന്ന്, ഇല്ലേ? ഒരുത്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ വരയ്ക്കുന്ന വരയിലേ അവളെ നിൽക്കുള്ളൂ. കാര്യം ശരിയാ, പക്ഷെ അവൾ പറയണം എവിടെ വരയ്ക്കണമെന്ന്, അവിടെ വരച്ചു കൊടുക്കണമേ. അതിൽ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന് നേതൃത്വം, പെണ്ണിന് മാതൃത്വം, അതാണ് വേണ്ടത്. ആ പുരസ്കാരങ്ങൾ, ഏറ്റവും വലിയ പുരസ്കാരം എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞ് പിറന്നപ്പോഴാ. കുഞ്ഞിളം ചുണ്ടുകൾ കൊണ്ട് ഉമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ, മോണ കാട്ടിക്കിട്ട് ചിരിക്കുമ്പോൾ ആരെടുത്താലും കരയും. പെറ്റുമ്മ എടുത്താൽ, പെറ്റമ്മ എടുത്താൽ അത് കരയില്ല. ആരെന്ത് വേദനിപ്പിച്ചാലും വേദനിക്കും. മാതാവാണെങ്കിൽ എന്ത് ചെയ്താലും അതിന് വേദനിക്കില്ല. എന്ത് ചെയ്താലെന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 ദിവസം മുമ്പ് ചെയ്ത കണക്ക് വട്ടവാളിന് കീറിയ കൊണ്ടുപോണ കാര്യമല്ലേ ഈ പറയുന്നത്. കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാതാവ് എന്ത് ചെയ്താലും കുഞ്ഞിനതൊരു ആനന്ദവും സുഖമാണ്. ആ നിലയിൽ അള്ളാഹു താല അവരുടെ കൽബിനെ അങ്ങോട്ട് ഈ ഇഴകിച്ചേർക്കുന്ന നിലയിലേക്ക് അള്ളാഹു എത്തിച്ചത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉമ്മയാവുക എന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷം നിങ്ങൾക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ഏറ്റവും വലിയ സന്തോഷം ഉമ്മയാവുമ്പോഴാണല്ലോ, ആണല്ലോ. അതെപ്പോഴാ കിട്ടുക? ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന സഹിക്കുമ്പോഴാണ്. ലോകത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ വേദന ഏതാ? പേറ്റുവേദനയാണ്. ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പ്രസവിക്കുന്ന സമയത്ത് എങ്ങനെ പോയി അടുത്ത് നിന്ന് കടിച്ച് കീറിക്കളയും. പിന്നെ അള്ളാഹു അത് മഹള് ബദലുകൊണ്ട് മറപ്പിച്ച് കളയുന്നതാ. ഇല്ലേ പിന്നെ നമ്മളെ വീട്ടിൽ കയറ്റുമോ? മരണസമാനമായ വേദന സഹോദരങ്ങളെ, മരണത്തിൻ്റെ വേദന തന്നെയാണ് പേറ്റുനോവിൻ്റെ വേദന. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുറം ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതൊന്നും പ്രസവിക്കൂല, എല്ലാം ഒരു പേറൂലല്ലോ, മൊത്തം കീറല്ലേ. കാരണം അവർക്ക് വേദനിക്കാൻ വയ്യ, അവർക്ക് വിഷമിക്കാൻ വയ്യ. അവർക്ക് സർജറി നടത്തിയിട്ട് സിസേറിയൻ ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കാൻ. മുലപ്പാല് കൊടുക്കില്ല, കൊടുത്താൽ സൗന്ദര്യം പോകും അത്രേ. അതുകൊണ്ട് കുപ്പിപ്പാലാ കൊടുക്കുന്നേ.
മുലപ്പാല് കൊടുക്കില്ല. മുലപ്പാല് കൊടുത്ത പെണ്ണിന്റെ സൗന്ദര്യം അവളുടെ സ്തനത്തിലൂടെ പാനം ചെയ്യുന്ന കുഞ്ഞിന്റെ കുഞ്ഞിളം ചുണ്ടുവഴി ആ കുഞ്ഞിലേക്ക് പാസ് ചെയ്യപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് മുലപ്പാല് കൊടുക്കാത്ത, സ്തനപാനം നടത്താത്ത പാശ്ചാത്യൻ സംസ്കാരം. പകരം കുപ്പി കൊടുക്കും. അന്ന് പിടിക്കുന്ന ആ കൊതി പിന്നെ വലുതായാലും ആ ചെക്കൻ മാറ്റൂല. അവന് എപ്പോഴും കുപ്പി കയ്യിൽ വേണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കുപ്പി കൊണ്ട് നടക്കുന്നത്. ഇത് നല്ലപോലെ മുലപ്പാൽ കുടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പിന്നെ കുപ്പി എടുക്കാൻ പോകില്ലല്ലോ. മാസ്ക് അള്ളാഹു ഇറക്കിയത് കൊണ്ട് കുറെ അങ്ങനെ ഒരു ഫضല് കിട്ടി. എന്താണെന്നറിയോ? മാസ്ക് വെച്ചോണ്ട് പോയ ആരും അറിയൂല. എടാ നിന്റെ കണ്ണ് കണ്ടാ അറിയാം നീ ആരാന്ന്. അള്ളാഹു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ആകാര സൗട്ടവത്തിലാണ്. നിന്റെ കണ്ണ് കണ്ടാ അറിയാം നീ ആരാന്ന്. അതുകൊണ്ട് ഹെൽമറ്റൊക്കെ വെച്ച് പോയി വാങ്ങിച്ചോളി. അല്ലാതെ മാസ്കും വെച്ച് പോയി വാങ്ങാൻ നിൽക്കരുത്. കാരണം പൊക്കിയാലിപ്പോൾ എന്താ? പള്ളിക്കകത്തല്ലേ എന്ന് അടിക്കുന്നത്, പള്ളിയുടെ പുറത്തു നിന്നല്ലേ അടിക്കുന്നത്, പരസ്യമായിട്ടല്ലേ അടിക്കുന്നത്, പെണ്ണുങ്ങളല്ലേ അടിക്കുന്നത്. കഞ്ചാവ് വലിക്കുന്ന പെണ്ണുങ്ങൾ, അല്ലാഹു അക്ബർ. കഞ്ചാവ് വലിക്കുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, സ്ത്രീകളല്ല ഗേൾസ്, പെൺകുട്ടികൾ, കോളേജിലെ പെൺകുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു, മദ്യപിക്കുന്നു. നല്ല മണമുള്ളത്, അടുത്ത് വരുമ്പോൾ നല്ല ഊതിൻ്റെ മണമായിരിക്കും, പക്ഷെ ഐറ്റം അടിച്ചിരിക്കുന്നതാണ്. എല്ലാ അത്തറിൻ്റെയും പെർഫ്യൂമിൻ്റെയും മണത്തിൽ ഇപ്പോൾ സാധനം കിട്ടും. സഹോദരിമാർ ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരൊക്കെ അതൊക്കെ അറിയാമല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ അറിയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഏറ്റവും വലിയ വേദന അനുഭവിച്ചിട്ടാണ് ഏറ്റവും വലിയ സന്തോഷമാകുന്ന മാതൃത്വം എന്ന ആ പദവി അലങ്കരിക്കുന്നത്. ഏറ്റവും വലിയ വേദന അനുഭവിക്കണം.